നമ്മുടെ ശ്രീ അൻസു ഇവിടെ ഇതിൻ്റെ മാതൃഭൂമിയാണ്. മാതൃഭൂമി ഫെഡറൽ ബാങ്ക് കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്ര ആളുകൾ കൂടിയിട്ടുണ്ട്. ഞാൻ പോലീസ്, ഇത് ബാങ്ക്, അതുപോലെ തന്നെ അപ്പുറത്ത് പത്രം. ഇത് എന്തിനാണ് ഈ പരിപാടി നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ കാണാം ഏറ്റവും കൂടുതൽ ഓൺലൈൻ തട്ടിപ്പാണ്. നമ്മൾ മൊബൈൽ ഫോണ് ഉപയോഗിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഇപ്പം എല്ലാം മൊബൈൽ ഫോണിലായി. മൊബൈൽ ഫോണിൽ ഒരു സാധനം വരുത്തി അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു സാധനം വരുത്തി ഉപയോഗിച്ചാൽ മാത്രമേ ഇപ്പോൾ നമുക്ക് തൃപ്തിയുള്ളൂ. നമ്മൾ കാണാത്ത, വില അറിയാത്ത, ഒരു പരിചയവുമില്ലാത്ത ആളുകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങി അത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് നമ്മുടെ കടകളിൽ പോയിട്ട് നമുക്ക് നമ്മുടെ തൊട്ടടുത്ത ഷോപ്പിൽ കിട്ടാവുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ ഓൺലൈൻ പർച്ചേസിങ് നടക്കുന്നത്. ഇനി മൊബൈലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ മറ്റേ ഗൂഗിളിൽ കയറാനും സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് മുഴുവൻ അറിയൂ. എന്നാൽ ഈ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നവർ അവരെ എക്സ്പെർട്ടുകളാണ്. അവർക്ക് നിങ്ങളുടെ പാസ്വേഡ് വേണമെങ്കിൽ ഹാക്ക് ചെയ്ത്, നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വേണമെങ്കിൽ ഹാക്ക് ചെയ്ത്, നിങ്ങളുടെ മെയിൽ ID ഹാക്ക് ചെയ്ത്, നിങ്ങൾ പ്രവർത്തിക്കും പോലെ നിങ്ങളുടെ മൊബൈൽ ഫോൺ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഈ ഓൺലൈൻ ഇതിൻ്റെ ഈ മറ്റേ അവയർനെസ് ക്ലാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം, ബാങ്ക് മാനേജർ ഫെഡറൽ ബാങ്ക് വന്നിരിക്കുന്നത് കാരണം അവർ കുടുങ്ങിപ്പോയി. ഞങ്ങൾ സ്ഥിരം ബാങ്കിൻ്റെ അടുത്തില്ല. പണം പോയി കഴിഞ്ഞാൽ ഏത് അക്കൗണ്ടിലേക്കാണ് പോയെന്ന് വെച്ചാൽ ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലാണ് ഇവരോട് ചോദിക്കുന്നത്. ഇവരിത് തന്നുമെടുത്തു. ആ പ്രിയപ്പെട്ട ആളുകളോട് എനിക്ക് പറയാനുള്ളത്, മൊബൈൽ ഫോൺ റാഷണലായിട്ട് ഉപയോഗിക്കണം, അനാവശ്യമായിട്ട് അത് ഉപയോഗിക്കരുത്. കുറേ ലിങ്കുകൾ നിങ്ങൾക്ക് അയച്ചു തരും. കണ്ട ലിങ്കിലൊക്കെ കയറി കഴിഞ്ഞാൽ അവരവരുടെ പൈസ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി, ഇപ്പം നമുക്കറിയാം സൈറ്റുകൾ തന്നെ, കടകൾ തന്നെ വ്യാജ കടകളുണ്ട്, ആളുകൾ തന്നെ വ്യാജന്മാരുണ്ട്. ഇപ്പോൾ ഓൺലൈനിൻ്റെ ഒക്കെ പ്രത്യേകത, നമ്മളിപ്പോൾ തിരൂർ റോഡ് കൂടെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ എത്ര മനുഷ്യരുണ്ടാവും. നല്ല ആളുകളുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, എഞ്ചിനീയർമാരുണ്ടാവും, പിടിച്ചുപറിക്കാരുണ്ടാവും, സ്നാച്ചിങ് നടത്തുന്നവരുണ്ടാവും. അപ്പം ഇവരെ കണ്ടാൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാതിരുന്നാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. നേരെ പറഞ്ഞാൽ നമ്മളിപ്പോൾ MDMA പോകുന്ന, ഇപ്പോൾ നമ്മൾ ബൈക്കിൽ പോവാം, ഒരുത്തൻ ലിഫ്റ്റ് വെച്ചു, നമ്മൾ ലിഫ്റ്റ് കൊടുത്തു, അവൻ്റെ കയ്യിൽ 5 ഗ്രാം MDMA ഉണ്ട് എഴുതിക്കോ, നിങ്ങൾ കുടുങ്ങി. നിങ്ങളെ വെറുതെ വിടുകയില്ല. അപ്പൊ ഈ കയറിയിരിക്കുന്നവൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ ആരാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതന്നെയാണ് ഓൺലൈനിലും. ഓൺലൈനിൽ നമ്മളൊരു പർച്ചേസിങ് നടത്തുകയാണെങ്കിലും, അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മളൊരു ഷെയർ ട്രേഡ് നടത്തുകയാണെങ്കിലും, അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിലും, ഇത് വ്യാജനാണോ അല്ലയോ എന്ന് തിരിച്ചറിയണം. ഇപ്പൊ ഒക്കെ പറയും ഡിജിറ്റൽ അറസ്റ്റ് കൂടി ഇല്ല. നിങ്ങളോട് പറയും നിങ്ങളെപ്പോൾ അറസ്റ്റ് ചെയ്യും, ഫോണിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്താൽ നമുക്ക് പേടിയില്ല. ഈ ഫോണിൽ കൂടെ പറയുമ്പോഴേക്കും നമ്മൾ പേടിച്ചു, അല്ലെങ്കിൽ ഇത്ര രൂപ ഇടണം എന്ന് പറയും, അപ്പം നമ്മൾ കാശിട്ട് കൊടുക്കും, നമ്മുടെ കാശ് പോയി. ദയവ് ചെയ്തിട്ട് ഇതിൽ പെടരുത്. ഇത് ആരെ പെടണമെന്നറിയോ? പാവപ്പെട്ട ആളുകളൊന്നും പെടുന്നില്ല, കാരണം അവർക്ക് ഇതൊന്നും ഉപയോഗിക്കാറില്ല. ആരാ പെടുന്നത്? കുറച്ച് ഈ മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്ന, കുറച്ച് മൊബൈൽ ഫോണിനെ കുറിച്ച് എല്ലാം അറിയും എന്ന് കരുതുന്ന ആളുകളുടെ പൈസ മാത്രമേ പോകുള്ളൂ. ഞാനിപ്പോൾ എറണാകുളം സൗത്തിലിരിക്കുമ്പോൾ ഒരാൾ 2 കോടി രൂപ ഒറ്റയടിക്കിട്ട് കൊടുക്കുക. ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ടിൽ നിന്ന് പൈസ നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ സാധനം പോയി, ബാങ്ക് അറിയില്ല. എന്നിട്ട് നിങ്ങൾ അവിടെ പരാതിക്ക് പോയിട്ട് കാര്യമില്ല. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരൊന്നല്ല, എല്ലാം ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ആളുകളാണ് ചെയ്യുന്നത്. ഇനി അവരൊരു ഫോൺ നമ്പർ, അവരെന്താ ചെയ്യുന്നത്? അവർ കുറേ ആളുകളുടെ ഫോൺ നമ്പർ വാങ്ങും, ബാങ്ക് പാസ്ബുക്ക് വാങ്ങിക്കും. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ഫോൺ നമ്പർ ഒന്നും പ്രതികളുടെ ഫോൺ നമ്പർ അല്ല. നിങ്ങളുടെ പൈസ പോയ അക്കൗണ്ടിലേക്ക് പോയ അക്കൗണ്ട് ഒന്നും ആ പ്രതികളുടേതല്ല. അപ്പൊ പൈസ പോയി കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യത വളരെ 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 കുറവാണ്. ദയവ് ചെയ്തിട്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ പാസ്വേഡ് ഒരാൾ ചോദിക്കുകയില്ല, ബാങ്ക് ചോദിക്കുകയില്ല നിങ്ങളുടെ പാസ്വേഡ്. അത് 1 ടൈം പാസ്വേഡാ, OTP. അത് രഹസ്യമാണ്, ഒരാളോട് കൊടുക്കരുതെന്ന് പറയും. ഇന്നാണ്
എന്താണ് നിങ്ങൾ പറഞ്ഞാൽ അന്നേരം തന്നെ നിങ്ങളുടെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കും. അപ്പൊ ദയവ് ചെയ്തിട്ട് ഇത് ഇത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമാണ്. കാരണം പാവപ്പെട്ട ആളുകളൊക്കെ പൈസ പോയിട്ട് കരഞ്ഞിട്ട് സ്റ്റേഷനിൽ ഒരുക്കും. എന്തിനാ ഈ ജോലി എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അവരെ സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ എന്തിനാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്ന് പോലും എൻ്റെ മനസ്സിനോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ വി ഷുഡ് ബി റാഷണൽ. നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള, നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ആളുകളുമായിട്ട് മാത്രമേ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താൻ പാടുള്ളൂ. ഇനി ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അന്നേരം കാശ് കൊടുക്കേണ്ട, നേരെ തിരൂര് DYSP ഓഫീസിൽ ഞാൻ ഇരിക്കുന്നുണ്ട്, ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം അവരോട്. നിങ്ങൾ നിങ്ങളുടെ കാശ് പോയിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. കാശ് പോവാതെ സാറേ ഇത് അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വാ. എന്നിട്ട് ശരിയാണെങ്കിൽ അന്നേരം നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. കുറേ ആളുകളുണ്ട്. ഈ വാഹനം നമ്മുടെ എല്ലാ ജില്ലകളിലും പോയിട്ട് ആളുകളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഭാരവാഹികളോട്, നമ്മുടെ മാതൃഭൂമിയോടും ഫെഡറൽ ബാങ്കിനോടും ഇതിൻ്റെ സംഘാടകരോടും തിരൂർ DYSP എന്ന നിലയിൽ കേരള പോലീസിന് വേണ്ടി എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ടാണ്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കണം, നമ്മളെ പറ്റിക്കാൻ ആളുകൾ ഉണ്ട് എന്ന ഒരു ചിന്ത മനസ്സിലുണ്ടായി. ഞാൻ ഈ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എൻ്റെ ഒന്നും നയാ പൈസ പോവില്ല. അനാവശ്യമായിട്ട് ഒരുപാട് കോളുകൾ. ഇപ്പം ഞാൻ ഗുരുവായൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ കമ്മീഷണറാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു, പ്രേമൻ പ്ലീസ് സെൻഡ് 10,000 റുപ്പീ. ഒന്നതിൻ്റെ കൊടുക്കാനില്ല, കൊടുക്കാൻ വേണ്ടേ 10,000. പിന്നെ കമ്മീഷണർ എന്നോട് 10,000 റുപ്യ ചോദിക്കില്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം എന്നേക്കാൾ കൂടുതൽ സാലറി ഉള്ള ആരെ കമ്മീഷൻ. എന്നിട്ട് ഞാൻ ചോദിച്ചു സാറോട്, സാർ എനിക്കൊരു മെസ്സേജ് ഇട്ടോ, ഇത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാനോ? ഞാൻ സാറോട് ചോദിച്ചു, സാർ എനിക്കൊരു മെസ്സേജ് ഇട്ടോ? അപ്പൊ എന്നോട് പറഞ്ഞു, ഇല്ല പ്രേമ, അത് ചിലപ്പോൾ എൻ്റെ കുട്ടി കളിച്ചപ്പോൾ ചിലപ്പോൾ എങ്ങാനും മാറി വന്നതാവുന്നു സാറോട്. ഇതേപോലെ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ SHO കാശ് വെച്ചു. അപ്പോഴാണ് ഇത് ഒരു ഓൺലൈൻ ഫ്രോഡാണെന്ന് മനസ്സിലായത്. നമുക്ക് മൊബൈലിൽ ഒരുപാട് തട്ടിപ്പ് നടത്താം. നമ്മുടെ DP നോക്കിയാൽ തന്നെ ചിലപ്പോൾ ഒരു തിരൂർ DYSPയുടെ DP വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വന്നു, തിരൂർ DYSP പൈസ ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാശ് പോകാന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ബോധവൽക്കരണം വളരെ നല്ലതാണ്. തിരൂരായിട്ടുള്ള നിങ്ങൾ, ഞാൻ ഒരാഴ്ചയായിട്ട് വന്നിട്ട് എന്തായാലും നമുക്ക് പരിചയപ്പെടാം. എന്താവശ്യം ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യണം. നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല, ലാഭം മാത്രമേ ഉണ്ടാവൂ. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായിട്ടുള്ള വാക്കുകൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട സാറിന് നന്ദിയും സ്നേഹവും അറിയിക്കാം. സാറേ, പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, വളരെ ഏകദേശം 2,000 രൂപ വില വരുന്ന അദ്ദേഹം നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ അദ്ദേഹത്തിന് ഒരു പവർ ബാങ്ക് ആണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത്. ഇദ്ദേഹം തന്നെ. ഓക്കെ, എല്ലാവരും ചെറിയ നല്ലൊരു ഗൈഡ് കൊടുക്കാം കേട്ടോ, നല്ലൊരു ഗൈഡ് കൊടുക്കാം. അതെ, 3 ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊരു അറിവ് പകർന്ന് നൽകുകയാണ്. അറിവ് പകർന്ന് നൽകുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സമ്മാനം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇത്രയും വിലപ്പെട്ട സമയം ചിലവഴിച്ച് ഇവിടെ എത്തിയ പ്രിയപ്പെട്ട സാറിനോടും രണ്ടുപേരോടും കൂടെ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരുപാട് താങ്ക് യു സാർ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം പ്രിയമുള്ളവരെ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ഇനിയും